ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ സോഷ്യൽ സയൻസും ഹിന്ദിയുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കുട്ടി പറയാ പോയി അഡപടലം എന്ന് പറയും. സത്യമാണത്. ഓപ്പണായിട്ട് പറയാലോ. ഇന്നലെയല്ല, കഴിഞ്ഞ മാസങ്ങളോളം മണിക്കൂറുകളോളം ലൈവുകൾ തന്ന് ഇന്നലെയും 5 മണിക്കൂറോളം നിങ്ങൾക്ക് സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് തന്ന ഒരു ചാനലിൻ്റെ ഓണർ തന്നെ നിങ്ങളോട് പറയുകയാണ് ഇന്നത്തെ പരീക്ഷ നല്ല ടഫായിരുന്നു. ഇതിൻ്റെ റീസൺ ചില അധ്യാപകർ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ തലേ ദിവസം ലൈവ് കണ്ടിരുന്നിട്ടല്ലേ, നിങ്ങൾ തലേ ദിവസം പ്രഡിക്ഷനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടല്ലേ, പ്രഡിക്ഷൻ മാത്രം അടിച്ചു പോയത് കൊണ്ടല്ലേ, ഇപ്പം എങ്ങനെയുണ്ട്, ചോദ്യപേപ്പർ കണ്ട് നട്ടം തിരിഞ്ഞില്ലേ, പണി കിട്ടിയില്ലേ, നീ ട്രസ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമുകളൊക്കെ നിന്നെ വിലയില്ലാതാക്കിയില്ലേ, നീ പോകുന്ന ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയിട്ട് എന്താ ഇപ്പോൾ കാര്യം, ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിച്ചാലേ മാർക്ക് കിട്ടൂ എന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ട അവരുടെ ചുറ്റും നിൽക്കുന്ന സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അതല്ല ന്യായം, അതല്ല റീസൺ. കുട്ടികൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് MS നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്നു, ഇന്ന് പരീക്ഷ സോഷ്യൽ സയൻസ് മാത്രമായിരുന്നെങ്കിൽ ഒരു കുട്ടി കൃത്യമായി പഠിച്ചേനെ. ഇന്നത്തെ പരീക്ഷ ഹിന്ദി മാത്രമായിരുന്നെങ്കിൽ ഒരു കുട്ടി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയേനെ. 80 മാർക്കിൻ്റെ 2.5 മണിക്കൂറിൻ്റെ സബ്ജക്റ്റായ സോഷ്യൽ സയൻസും ലാംഗ്വേജ് ആകുന്ന അതും ക്രിട്ടിക്കലി ചിന്തിച്ചുകൊണ്ട്, അതും അറിയാത്ത മാതൃഭാഷയല്ലാത്ത മറ്റൊരു വിരുന്നുകാരനായ ഒരു ഭാഷയെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റായി പഠിച്ചെടുക്കേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പരീക്ഷയും ഹിന്ദി എന്ന് പറയുന്ന പരീക്ഷയും ഒരുമിച്ച് വന്നപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ മനപ്രയാസം ആരുണ്ട് പറയാൻ അവർക്ക് വേണ്ടിയിട്ട്? കേരളത്തിൽ ആരെങ്കിലും ഒരാൾ വീഡിയോ ചെയ്തോ സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് വന്നതുകൊണ്ട് പരീക്ഷ ടഫാവുമെന്നാണ് പറഞ്ഞത്? പക്ഷേ എന്തുകൊണ്ട് ഇത് ഒരുമിച്ചിട്ടു, ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അറിയാം, എനിക്കറിയാം, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ടൈം ടേബിൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ക്ലാസ്സിൻ്റെ ഓർഡറുകളൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. പക്ഷേ 10ാം ക്ലാസ്സിനൊരു പ്രയോറിറ്റി കൊടുത്തിരുന്നുവെങ്കിൽ, 8നേക്കാളും 9നേക്കാളും 10ാം ക്ലാസ്സിനൊരു പ്രയോറിറ്റി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ സോഷ്യൽ സയൻസ് മാത്രം നടത്തിയാൽ മതിയായിരുന്നു. ഞാൻ ഈ ഒരു എക്സാം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് എളുപ്പമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഈ കാര്യം പറയില്ലായിരുന്നു. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വഴിയാ. മാർച്ച് 28-ന് മുമ്പെയുള്ള MS ആയിരുന്നെങ്കിൽ ഇത് കൃത്യമായി പറഞ്ഞേനെ. പക്ഷെ പറയാതിരുന്നത്, ഞാനിപ്പോൾ പലതും നിശബ്ദത പാലിക്കുക. കാര്യം നമ്മൾ എത്ര പൊട്ടിത്തെറിച്ചാലും ആൾക്കാർ 999 നന്മകൾ ചെയ്താലും ഒരു തിന്മയെ അവർ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കേ അവർ കാണുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാനിപ്പോൾ നിശബ്ദനാണ്. എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. റീസൺ ഇത്രയുള്ളൂ, എൻ്റെ ചുറ്റുഭാഗമുള്ളവരെല്ലാം എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കിടയിലൂടെയും നിങ്ങൾക്ക് ലൈവിലേക്ക് വന്നിട്ടും വീഡിയോ കണ്ടന്റുകളായിട്ടും എന്നെ വെറുക്കപ്പെടുന്ന കുട്ടികൾക്കിടയിലേക്ക്, അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാൻ പ്രയാസമുള്ള അധ്യാപകർക്കിടയിലേക്ക് പ്രഡിക്ഷനുമായി ഞാൻ തിരിച്ചു വന്നപ്പോഴും എനിക്കൊരു കൂസലും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ കുട്ടികൾക്ക് പരീക്ഷ ടഫാവരുത്. ഒരു പരീക്ഷാ ഹാളിൽ നിന്ന് MS-ൻ്റെ അല്ലെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ ലൈവ് കണ്ടൊരു കുട്ടിക്ക് ഒരു കാരണവശാലും ഈസി, മീഡിയം, ഹാർഡിൽ ഈസി അല്ലാതെ മീഡിയമോ ഹാർഡോ പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ പഠിപ്പിച്ചതേ വന്നുള്ളൂ എന്നല്ല കുട്ടി പറയേണ്ടത്. ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നു, നിങ്ങൾ പഠിപ്പിച്ചതും വന്നിട്ടുണ്ട് എന്ന് മാത്രം പറയാനാണ് MS ആഗ്രഹിക്കുന്നത്. ഏത് അധ്യാപകൻ ഇന്നലെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അത് വരും. കാരണം ഓൾമോസ്റ്റ് വരുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ സോഷ്യൽ സയൻസ് പ്രയാസമുണ്ടാക്കിയത് എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടീനോട് ഞാനിപ്പോൾ ഇന്നലെ പ്രൊഡിക്റ്റ് ചെയ്തത് നമ്മുടെ റീഫോർമേഷൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം വരുമെന്ന് പറഞ്ഞു, കൗണ്ടർ റിഫോർമേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അത് അങ്ങനെ വരുമെന്ന് പറയുമ്പോൾ അത് വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വേറൊരു ടൈപ്പാണ്, അതിൽ നിന്ന് വേറൊരു ഭാഗമാണ് വന്നത്. അപ്പോൾ അത് പഠിച്ചു പോയ കുട്ടിക്ക് അതിൻ്റെ ആ വേറൊരു ഭാഗം കൂടി പഠിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നത് പോലെ പ്രഡിക്ഷൻ നമുക്കൊരു ടോപ്പിക്കിലൂടെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരിക എന്നൊരു ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതുപോലെ വന്നേക്കാമെന്നേ പറയാറുള്ളൂ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, സോഷ്യൽ സയൻസ് പരീക്ഷയും ഹിന്ദി പരീക്ഷയും ഒരുമിച്ച് വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രയാസം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കേരളത്തിലെ ഭൂരിഭാഗം കുട്ടികൾക്കും അറിയാം. ഇത് പ്രിയപ്പെട്ട രക്ഷിതാക്കളും അധ്യാപകരും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പാവങ്ങളാണ് കുട്ടികൾ, തട്ടിക്കളിക്കാനുള്ള പാവകളല്ല കുട്ടികൾ എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയുകയാണ്. സോഷ്യൽ സയൻസിൻ്റെ 80 മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ഹിന്ദി എന്ന് പറയുന്ന മറ്റൊരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റുമായി ലിങ്ക് ചെയ്തിട്ട് 12:30 വരെ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് പിന്നീട് ആ കുട്ടിയെ വീണ്ടും ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോകാൻ 1 മണിക്കൂർ ഗ്യാപ്പുള്ളത്, പരീക്ഷ കഴിഞ്ഞുടനെ ഭക്ഷണം പോലും കഴിക്കാതെ കിട്ടിയ നോട്ട്സുകളും എന്താ പറയുക ഷോർട്ട് നോട്ടുകളൊക്കെ എടുത്ത് പഠിച്ച കുട്ടികളാണ് ഇന്ന് ഹിന്ദി പരീക്ഷ എഴുതിയത്.
അപ്പോൾ നിങ്ങൾ പറയും ഈ കുട്ടിക്ക് മാസങ്ങളോളം ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസത്തോളം സമയമുണ്ടായിരുന്നല്ലോ സ്കൂൾ തുറന്നിട്ട്, അപ്പോഴൊന്നും പഠിക്കാതെ പരീക്ഷൻ്റെ തലേന്ന് പ്രഡിക്ഷന് വേണ്ടി കാത്തിരുന്നതല്ലേ, അതുകൊണ്ടല്ലേ പാളിപ്പോയത്? അതുകൊണ്ടല്ല പാളിപ്പോയത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളൊക്കെ ഒറ്റക്കൊറ്റക്ക് വന്നപ്പോൾ അവർ നേരിട്ടില്ലേ? അന്നപ്പോഴൊന്നും അവർ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അൾട്ടിമേറ്റ് ടഫാ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു, കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. അതും സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 6 ചാപ്റ്റേഴ്സുകൾ പൂർണ്ണമായിട്ടും പഠിച്ചു പോവേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ? ഹിന്ദിയിൽ 2 യൂണിറ്റ് നിരന്ന് കിടക്കല്ലേ? ഒരു ചോദ്യം തന്നിട്ട് അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളാണ് ഇന്ന് ഹിന്ദി പരീക്ഷ എഴുതിയത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഹിന്ദി എന്ന് പറയുന്നത് ഒരു വിരുന്നുകാരനായ ലാംഗ്വേജാണ്, വിരുന്നുകാരനായ ഒരു ഭാഷയാണ്. ആ ഭാഷയെ മനസ്സിലാക്കി എടുക്കാനുള്ളൊരു സമയം പോലും കുട്ടിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ കുട്ടി ഏത് പഠിക്കും? ഹിന്ദി പഠിക്കണോ, സോഷ്യൽ സയൻസ് പഠിക്കണോ, രാവിലെ എഴുന്നേറ്റ് ഏത് പഠിക്കും? കുട്ടിക്ക് പ്രയാസം ഉണ്ടാവില്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സങ്കടങ്ങൾ തീർച്ചയായിട്ടും MS മനസ്സിലാക്കുന്നുണ്ട്. അത് പറയേണ്ട സമയത്ത് പറയാനും ഞാൻ എന്ത് ചെയ്യാറില്ല, കൺട്രോൾഡ് അല്ലാതിരിക്കാറില്ല. പറയേണ്ട സമയത്ത് പറയാൻ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞു എന്നതുകൊണ്ട്, സോഷ്യൽ സയൻസ് പരീക്ഷയും ഹിന്ദി പരീക്ഷയും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രയാസമുണ്ടായി എന്ന കാരണം കൊണ്ട് നാളെ പത്രത്തിലൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ പോലും MS ഒരു പ്രശ്നവുമില്ല. കാര്യം അന്തസ്സോടെ ഞാനത് അംഗീകരിക്കാൻ റെഡിയാണ്. കാരണം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 80 മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റും 40 മാർക്കിൻ്റെ ഒരു ലാംഗ്വേജും കൊണ്ടുപോയി വെച്ചിട്ട് ഈ കുട്ടിക്ക് മനപ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിൽ അത് അത്ഭുതമായി കൂട്ടേണ്ട ഒരവസ്ഥയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ഇന്ന് നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് പരീക്ഷയാണ്. രാത്രി 7:30 ലൈവിൽ വന്നോ, നിങ്ങൾക്കൊരു സർപ്രൈസ് ടീച്ചർ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഇതേതായാലും കഴിഞ്ഞല്ലേ, ഇനി നമുക്ക് ക്രിസ്മസ് പരീക്ഷ റെഡിയാക്കാം കേട്ടോ. ബാക്കി പരീക്ഷകളൊക്കെ ഉഷാറാക്കി മാറ്റാം. ഇനിയില്ലല്ലോ, ഇനിയിപ്പോൾ കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് വരുന്നുണ്ട്. അതും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് രണ്ട് ഒരുപോലെ നിൽക്കുന്ന സബ്ജക്റ്റാണ്, രണ്ടും കാണാതെ പഠിക്കേണ്ട സബ്ജക്റ്റാണ്. അവിടെ ഒന്നും പ്രയാസം ഉണ്ടാവില്ല. ഇതൊന്ന് സയൻസ് ആണ്, മറ്റേത് ഹിന്ദിയാണ്. ആ പ്രയാസം കുട്ടികൾക്ക് ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് ശരിയാണോ? സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ടഫായി എന്നത് MS പറഞ്ഞാൽ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ പ്രഡിക്ഷൻ തെറ്റിപ്പോയത് കൊണ്ടോ, അല്ലെ പ്രഡിക്ഷനെ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്തത് കൊണ്ടോ, തലേ ദിവസത്തെ ലൈവിൽ ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെ വന്നിട്ടില്ല എന്നതുകൊണ്ടാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഓക്കെ, വീണ്ടും കാണാം. MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.